എല്ലാവർക്കും നമസ്കാരം. സജന നൂർ, സജന ഫിറോസ്, സജന പൂക്കുട്ടി, ഏത് പേരിൽ വിളിക്കണമെന്ന് എനിക്കറിയില്ല. എന്ത് പേരിട്ട് വിളിച്ചാലും ശരിക്കും ഒരു നാറിയ കഥയാണ്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് കൊണ്ട് സോഷ്യൽ മീഡിയയിലിട്ട് അമ്മാനമാടല്ലേ. കുട്ടികളുണ്ട്, ആ കുട്ടികളെ ഓർത്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടല്ലേ എന്ന് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എൻ്റെ പൊന്നോ ഫിറോസിൻ്റെ ഒരു വീഡിയോ വന്നു. ഒന്നല്ല, 3 വീഡിയോ വന്നു. ഈ 3 വീഡിയോ ഏകദേശം 2-2.25 മണിക്കൂറുണ്ട്. ഓക്കെ, സജിന ആ വീഡിയോ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അമ്മാതിരി എവിഡൻസ് വെച്ചിട്ടാണ് ഫിറോസ് സംസാരിച്ചിരിക്കുന്നത്. ഫിറോസ് നല്ലവനാണ് എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ഇന്നലെ സജിനെക്കുറിച്ച് ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ, സജിനെക്കുറിച്ച് ഫിറോസ് കാണിച്ച തെളിവുകൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജിന വന്ന് വീഡിയോയിലൂടെ സംസാരിച്ച കാര്യങ്ങൾ, അതിൻ്റെ പുറകിലുള്ള സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ടാണ് ഫിറോസ് സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സജിനയും ഷാലു ബോണിനെ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഈ സജിനയുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഷാലു വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവും നമുക്ക് സംസാരിക്കാനുണ്ട്. അതിപ്പോഴല്ല, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യാം. ഇത് ആക്ച്വലി എനിക്കറിയില്ല എത്ര പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത്. കാരണം ഫിറോസിൻ്റെ വീഡിയോ തന്നെ 3 പാർട്ടുണ്ട്, സജിനയുടെ വീഡിയോ 1 പാർട്ടുണ്ട്. അത് ഓരോ വീഡിയോയും അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. ഫിറോസിൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. റസൂൽ പൂക്കുട്ടിയായിട്ടൊക്കെ എന്താണ് ഫോൺ സംഭാഷണം, കേട്ടാൽ ഞെട്ടിപ്പോവും. ഈ സജിനയാണോ വന്ന് മീഡിയയുടെ മുമ്പിൽ, സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇത്രയും ഒരു നല്ല പിള്ള ചമഞ്ഞതെന്ന് തോന്നിപ്പോവും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആർക്കെതിരെയാണ് പരാതി കൊടുത്തതെന്ന് അറിയത്തില്ല. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാക്കായി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലുള്ള സത്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതുമാണ്. സോ ഇന്നിപ്പോൾ ഫിറോസിൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ, ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഫിറോസിന് പറയാനുള്ള കേട്ട് തന്നെ സംസാരിക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്ന കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കോർട്ട് റൂം അല്ല. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് എന്ത് പബ്ലിഷ് ചെയ്താലും അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വെച്ച് സംസാരിക്കും. അപ്പോൾ നമുക്ക് ഫിറോസിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് സംസാരിക്കാം. ഫിറോസിനെ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും. അവർ ഇതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം. പക്ഷേ സത്യം വിജയിക്കണമല്ലോ. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കൊടുക്കേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. അപ്പോൾ ഫിറോസ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സജിന ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സജിനയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച്, അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യത്തെക്കുറിച്ച്. സജിനയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അവരെ സജിന മാക്സിമം എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കും സോഷ്യൽ മീഡിയ വഴി. അതിനുശേഷം ഇവർ വന്നിട്ട് സജിനയോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ സജിന എക്സ്പോസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് പോകും. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വീഡിയോ സജിന ചെയ്യും, ആ വീഡിയോ കണ്ടിട്ട് ആ വ്യക്തി പോയിട്ട് സജിനയോട് അയ്യോ അത് കളഞ്ഞേക്ക്, നമുക്ക് പ്രശ്നമൊക്കെ സംസാരിച്ച് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞ് സോൾവ് ചെയ്താൽ ആ വീഡിയോ സജിന മുക്കും. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങളൊക്കെ തുടക്കം എവിടെയാണ്? ഫസ്റ്റ് സജിനയുടെ ലൈവാണ്. അവിടെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇവർക്കിടയിൽ ആരാ കളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആളുകൾ സംസാരിച്ച് തുടങ്ങിയത്. ആ ലൈവ് കഴിഞ്ഞപ്പോഴേക്കും സജിന തന്നെ വന്ന് പറയുന്നു, ഞങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാൾ കടന്നു കയറിയിട്ടല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആയത് എന്ന് സജിന വന്ന് പറയുന്നു. അതിന് അഗെയിൻസ്റ്റായിട്ട് ഫിറോസ് ഒരു വീഡിയോ ചെയ്യുന്നു. അങ്ങനെ ഒരാളുണ്ട്, പേര് പറയാതെ തന്നെ ആളുടെ പേര് പുള്ളി റിവീൽ ചെയ്യുന്നു. പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. കർമ്മ ഈസ് എ ബൂമറാങ്, കർമ്മ തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സജിന നേരെ മലക്കം മറിഞ്ഞ് ഫിറോസിനെതിരെയായി സംസാരം. ഫിറോസിൻ്റെ കുറേ റിലേഷൻഷിപ്സും പിന്നെ ഒരു പ്രോഗ്രാമിനിടെ കൂടി ഫിറോസ് മോശമായിട്ട് പെരുമാറിയ ഒരു പെൺകുട്ടിയുടെ കാര്യമൊക്കെ സംസാരിച്ചു. അതിനുശേഷം ആ പെൺകുട്ടി തന്നെ പല യൂട്യൂബേഴ്സിനും ഓഡിയോസ് അയച്ചു കൊടുത്തു. സജിന പറയും നല്ല സത്യം, ഇങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കഥ വരുന്നത്, സജിനയുടെ പ്രഗ്നൻസിയെക്കുറിച്ച്. തൊട്ട് അടുത്ത ദിവസം ഡിലീറ്റ് ആവുകയും ചെയ്തു. വൈകുന്നേരം വന്ന് സജിന പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഹാക്കായി പോയതാണ്, അങ്ങനെ ആരോ എനിക്കിട്ട് പണിതാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീഡിയോ വന്നു. ഇതെല്ലാം വരുമ്പോഴും ഇതിൻ്റെ എല്ലാം പുറകിൽ വേറൊരു കഥയുണ്ട് എന്നതാണ് ഫിറോസിൻ്റെ വാദം. ആ വാദത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കേൾക്കാം. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജിനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ ഈ റസൂൽ പൂക്കുട്ടിക്ക് വാരിത്തേൽക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജിന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജിന തന്നെ
റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജനാടുമയും സജനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവിടെ പണി കൊടുത്തായിരുന്നു ഇവിടെ റസൂൽ പൂക്കുട്ടി കൂടെ. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അവർ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ് സജന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. ഈ പറയുന്ന പൂക്കുട്ടിക്ക് പണി കൊടുക്കാൻ വേണ്ടി സജന അയച്ചു കൊടുത്ത ഓഡിയോ ഇപ്പോൾ സജനയ്ക്ക് തന്നെ പണിയായിരിക്കുകയാണ്. ഇതാ പറയുന്നത്, കർമ്മ എന്ന് പറയുന്നത് തിരിച്ചടിക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നേരും നെറിയും ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് നേരെ തന്നെ തിരിച്ചടിക്കും. അതിന് ഒരു സംശയം വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടിയിരിക്കും. അതാണ് കർമ്മ എന്ന് പറയുന്നത്. ഇവിടെ കർമ്മ തിരിച്ചടിച്ചിരിക്കുകയാണ്. സജന ആരെ തകർക്കാൻ വേണ്ടിയാണോ ഓഡിയോ അയച്ചു കൊടുത്തത് അതിപ്പോൾ സജനയ്ക്ക് തന്നെ പാരയായിരിക്കുകയാണ്. ഇനി നമുക്ക് കേൾക്കാൻ പോകുന്നത് ആ ഓഡിയോ ആണ്. ആ ഓഡിയോയുടെ കുറച്ച് പോർഷൻ മാത്രമേ ഫിറോസ് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പോർഷനാണ് നമ്മളും ഈ വീഡിയോയിൽ വയ്ക്കാൻ പോകുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. എന്താണ് സംഭവിച്ചത്, സജനയ്ക്കും പൂക്കുട്ടിക്കിടയിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സജനയ്ക്കെതിരെയുള്ള ഒരാളെ മാക്സിമം എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കും. സജനയുടെ സക്സസിന് വേണ്ടി സജന ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയാനുള്ള റീസൺ അതാണ്. ഈ ഓഡിയോയുടെ ഈ ഒരു പോർഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. കേൾക്കാം. നിങ്ങളെ ഒന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായുണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഇതെന്താ സംഭവം മനസ്സിലായോ? അതായത് പൂക്കുട്ടി ഇതിൽ നിന്ന് എങ്ങനെയോ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്കൊരു ഫാമിലി ഉള്ളതാണ്. സജനയെ സംബന്ധിച്ച് സജനയ്ക്കൊരു ഫാമിലി ഉണ്ട്. ഇപ്പോൾ ഫിറോസുമായിട്ട് സെപ്പറേറ്റഡ് ആണെന്നേ ഉള്ളൂ, ഡിവോഴ്സ് ആയിട്ടില്ല. അതിനിടയിൽ കൂടെയാണ് ഈ തോന്നിയവാസങ്ങളൊക്കെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇത് ഒരു ഫാമിലി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു ലേബലുള്ളപ്പോൾ, ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളുടെ ലേബലുള്ളപ്പോൾ, അല്ലെങ്കിൽ വൈഫ് എന്ന് പറഞ്ഞ ആളുടെ ലേബലുള്ളപ്പോൾ വേറൊരാളുടെ കൂടെ പോകുന്നതിനെയാണ് വിഹിതം എന്ന് പറയുന്നത്. അത് കാണിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ നല്ല പിള്ളയാണ് എന്ന് ചമഞ്ഞിരുന്ന യാതൊരു കാര്യമില്ല. പിന്നെ പൂക്കുട്ടിയെ സംബന്ധിച്ച് പൂക്കുട്ടിയുടെ വൈഫിന് സുഖമില്ലാത്തൊരു സ്ത്രീയാണെന്ന് കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ഒരു കാര്യം റിവീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലുള്ള ത്രട്ടണിങ് ആണ് സജന നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ പോകുന്നത്, ഇനി സംസാരിക്കാൻ പോകുന്നത്. നമുക്കത് കേൾക്കാം. ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് ഇനി എനിക്ക് പറ്റത്തില്ലമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ടമ്മ. എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെന്താ സംസാരിച്ച ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കിയ
തൊട്ട് മുന്നേ റസൂലിക്ക എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സജന ഇപ്പോൾ റസൂൽ പൂക്കുട്ടി എന്നായി. ഉള്ളിലെ ഒരു എന്താ പറയുക, ഒരു കുറച്ച് മുന്നേ ഫിറോസ് പറഞ്ഞ ക്രിമിനൽ സ്വഭാവം പുറത്ത് വരുമ്പോഴാണ് ഈ ഇക്ക വിളി മാറി പിന്നെ പേര് വിളിയാവുന്നത്. മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്, തലേദിവസം വന്നിട്ട് ഞാനും ഫിറോസൊക്കെയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളിപ്പോഴും നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്നു, ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ കടന്നു കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സജന തൊട്ടടുത്ത ദിവസം വന്നിട്ട് ഫിറോസ് മറ്റവനാണ്, മറിച്ചവനാണ്, മാടയാണ്, കോടയാണ് ഡയലോഗ്. അവിടെ ഇക്ക ഇല്ല, ഫിറോസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒരു രീതിയാണ്, ഒരു പാറ്റേൺ ആണ്. കഥ ഇവിടെയൊന്നും അല്ല. എത്ര പേർക്കൊപ്പമാണ് ഇവർ പോയിട്ടുള്ളതെന്നാണ് ഫിറോസ് ആരോപിക്കുന്നത്. 1, 2, 3 പേരൊന്നും അല്ല, ഇഷ്ടം പോലെ പേരുടെ പേരാണ് വിളിച്ച് പറയുന്നത്. ഇതിനകത്ത് പല ആൾക്കാരും പെട്ടിരിക്കുകയാണ്. 8 വർഷം മുമ്പുള്ള കാര്യങ്ങൾ വരെ ഫിറോസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ 8 വർഷം മുമ്പ് ഇവരുടെ കൂടെ പോയ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഫാമിലിയായി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരുടെ എല്ലാം ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എഫക്റ്റ് ചെയ്യും ഉറപ്പായിട്ട്, അതിൽ യാതൊരു സംശയമില്ല. ഇത് ഏത് അറ്റം വരെ പോകുന്നു എനിക്കും മനസ്സിലാവുന്നില്ല. കാര്യം ഇവരുടെ ഫാമിലി ലൈഫാണ്, അതിനകത്ത് പല ആൾക്കാരും ഇൻവോൾവ് ചെയ്തേക്കാണ്, പല ആണുങ്ങളുടെ പേരുകളും അവരുടെ ഫോട്ടോ സഹിതമാണ് ഫിറോസ് പുറത്തുവിട്ടേക്കുന്നത്. അപ്പോൾ ഇത് എത്ര ഫാമിലിയെ ബാധിക്കും, ഇവരുടെ ഫാമിലിയെ മാത്രമാണോ അതോ പലരുടെയും ഫാമിലിയെ ബാധിക്കുമോ, അതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ സജന ഈ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം കാണിച്ചു വെച്ചിട്ട് പിന്നെ വന്നിരുന്നിട്ട് കരച്ചിലും പിഴിച്ചിലും, അയ്യോ വിക്ടിം കാർഡ് ഇറക്കുക, എന്തൊക്കെ കേൾക്കുന്നത്. ഇവരെല്ലാവരും പറഞ്ഞൊരു ഒറ്റ വാക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, കുഞ്ഞുങ്ങളെ ഓർത്താണ്. എന്തോന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത്? ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് കുഞ്ഞുങ്ങളെ ഓർക്കാതെയാണോ? കുഞ്ഞുങ്ങൾ നാളെ ഒന്നും അറിയത്തില്ലേ, നാളെ ഒന്നും കാണത്തില്ലേ? ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുതയല്ലേ? സമ്മതിക്കണം കേട്ടോ, നിങ്ങളുടെയൊക്കെ തൊലിക്കട്ടി സമ്മതിക്കണം, പറയാണ്ടിരിക്കാൻ വയ്യ. ബാക്കി കേൾക്കാം. ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പം ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത്. എനിക്കത് അവിടെ അള്ളാഹിനെ കൂട്ടുപിടിക്കാനും മാനസികമായിട്ട് വിഷമോ സജനയ്ക്കോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാനസികമായിട്ട് വിഷമമുള്ളൊരു സ്ത്രീ ആയിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളുടെ മറ്റു മക്കളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരുന്നു. 2 കുട്ടികളുണ്ടല്ലോ, അവരെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു. അവർ നാളെ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുമായിരുന്നു. ഇതൊന്നും ചിന്തിക്കാണ്ട് വേറൊരുത്തൻ്റെ കൂടെ പോയിട്ട് അവിടെ കുഞ്ഞുണ്ടായി. പറ. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ ഭീതിപ്പിച്ചു എന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊന്നു നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ ഇനി നിങ്ങൾ പറ, ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്താ പറയുക, തട്ടിപ്പായിരുന്നോ, ഹാക്ക്ഡ് ആയിരുന്നോ? ഇനി നിങ്ങൾ പറ. ഇങ്ങനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സജന ഇതേപോലെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കില്ലേ ആ സ്റ്റോറി ഇട്ടത്? അത് കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായപ്പോൾ, ആൾക്കാർ എഗെയിൻസ്റ്റ് ആയെന്ന് മനസ്സിലായപ്പോൾ വന്ന് പറഞ്ഞ സ്റ്റോറിയാണ് എൻ്റെ അക്കൗണ്ട് ഹാക്കായിപ്പോയി. അതിന് ഷാലുവും കൂടി കൂട്ടുതന്നു. ഷാലു പറഞ്ഞെന്താണ്, അത് ഹാക്കായതല്ല, അത് വേറെ ആരോ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതാണ് എന്ന് ഷാലു പറയുന്നു. സജനയുടെ ഇൻ്റർവ്യൂവിനകത്തും കുറേ കാര്യങ്ങൾ ഞാൻ കരഞ്ഞ് മെഴുകുന്നുണ്ട്. അതിനകത്ത് ലെവലേശം സത്യമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല ഈ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ. ഇതിപ്പോൾ പൂക്കുട്ടീനെ പെടുത്താൻ വേണ്ടി, ഇപ്പോൾ ശരിക്കും പൂക്കുട്ടി പെട്ടു. ആ ഭാര്യ, അവർക്ക് സുഖമില്ലാതെ കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഈ കാര്യം പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ പോകുന്നു, അതിലൊരു കുഞ്ഞുണ്ടാവുന്നു, അവസ്ഥ ആലോചിക്കുക അവരുടെ, ആ സ്ത്രീയുടെ. ഇനി നമുക്ക് ഫിറോസിന് ബാക്കി പറയാനുള്ള കേൾക്കാം. കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ
അത് മറ്റൊന്നുമല്ല, ഞാൻ ഡേഞ്ചറസ് ബോയ്സ് ഒക്കെ കഴിഞ്ഞ് സൂര്യ ടിവിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഡേഞ്ചറസ് ബോയ്സിൻ്റെ സമയം മുതലേ ഒരു കുട്ടി എനിക്ക് ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്ത് ഞാനുമായി ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കുട്ടി. ഇതിപ്പോൾ ഫിറോസ് പറയാൻ പോകുന്നത് ഫിറോസിന് സജ്നയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണെന്നാണ്. അതായത് ഫിറോസിൻ്റെ ഫസ്റ്റ് മാരേജ് ലീഗൽ അല്ല എന്നൊക്കെ സജ്ന പറയുന്നത്, അത് നേരത്തെ പറഞ്ഞ വിഹിതമാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് സജ്ന സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഫിറോസ് ഈ പറയുന്നതും. പിന്നെ സജ്നയിലേക്ക് എത്തുന്നതും ഇനി അങ്ങോട്ടുള്ള കഥയാണ് സജ്നയുടെ എന്താ പറയുക വിവാഹ പര്യാണം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. മനസ്സിലായോ? അല്ലെങ്കിൽ വിവാഹ യാത്ര എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്. ഇതിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സജ്ന എന്ന് പറയുന്നത് കാശ് നോക്കി തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒന്നും അവരെ ബാധിച്ചിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫിറോസിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് അവിടെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഫിറോസ് നല്ല വ്യക്തിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ആൾക്കും ഈ പറയുന്ന പോലെ പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു പക്ഷേ ഇനി വരുന്ന സജ്നയായിരിക്കും എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. സജ്നയെ സംബന്ധിച്ച് സജ്നയുടെ ഈ റിലേഷൻസ് ഫിറോസ് പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ, ഇന്ന് ഒരാളുടെ കാശുണ്ട്, സജ്ന അവരുടെ കൂടെ ജീവിക്കും. കുറച്ചാൾ കഴിയുമ്പോൾ വേറൊരാളെ കാണുമ്പോഴേക്കും അയാളുടെ കാശുണ്ടെങ്കിൽ ഈ ബന്ധം ഒരു വിഷയമുള്ള കാര്യമല്ല, ഈ ബന്ധം നിലനിൽക്കെ തന്നെ അയാളുടെ കൂടെ പോകും. കുറച്ചാൾ കഴിഞ്ഞ് വേറൊരാൾ കാണുമ്പോൾ അവിടെയും ഈ ബന്ധം ഉണ്ടാവും. ഇവനെ കളഞ്ഞിട്ട് നേരെ തിരിച്ചു വരും, പിന്നെ അങ്ങോട്ട് പോകും. ഇങ്ങനെ ചാടിയാണ് സജ്ന ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിറോസ് പറയുന്ന പ്രകാരം അത് കറക്റ്റ് ആണെങ്കിൽ. പക്ഷേ ഒരു 1-2 കാര്യങ്ങൾക്ക് മാത്രം ഫിറോസിന് അത് പ്രൂഫ് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്തൊരു വലിയ തെറ്റ് സജ്ന കാണിക്കുന്നുമുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ഫിറോസിന് പറയാനുള്ള ബാക്കി കേൾക്കാം. കുറച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള കുട്ടിയാണ്. അങ്ങനെ ആ ചാറ്റിങ്ങിൽ ഞങ്ങൾ അങ്ങനെ കോൺവെർസേഷൻ പുരോഗമിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലാകുന്നു. അവസാനം അത് കല്യാണത്തിൽ 2 വീട്ടുകാരും അറിഞ്ഞ് അത് കല്യാണത്തിലേക്ക് വരുന്നു. അതൊരു വലിയ ഫംഗ്ഷനായിട്ട് തന്നെയാണ് ആ കല്യാണം നടന്നത്. അന്ന് ആ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ റിലീജിയൻ അടിസ്ഥാനമാക്കി നമ്മുടെ മഹലിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വയ്പും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം തോന്നുന്നു. അപ്പം മഹല് വഴി ആണ് അന്ന് നമ്മൾ 2 പേരുടെയും മഹലിൽ നിന്ന് ആൾക്കാർ വന്ന് രജിസ്റ്റർ ചെയ്തു. ഒക്കെ നമ്മൾ പോകാൻ കഴിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ ലീഗലി രജിസ്റ്റർ ചെയ്യാത്ത അതിനെക്കുറിച്ച് നമുക്ക് അത്ര ബോധേടല്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ പള്ളി വഴി മാത്രമുള്ളൊരു ഉടമ്പടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുഞ്ഞായി, അതിലെനിക്കൊരു മോളുണ്ട്. ആയി കുറച്ച് മാക്സിമം ഞങ്ങളൊരു 3 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ചില കാരണങ്ങളായിട്ട് ഇത് കഴിഞ്ഞിട്ട്, കാരണം ഇത് ഞാൻ പറയാൻ കാര്യം ഇല്ലീഗൽ മാരേജ് എന്നൊക്കെ ഒരു സംഭവം അവളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലീഗലി വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മാരേജും ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലീഗലി രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ചാണ് ഫിറോസ് പറയുന്നത്. അത് ഇല്ലീഗൽ അഫെയർ ഒന്നുമല്ല, ഞങ്ങൾ കല്യാണം കഴിച്ചു, പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചു, പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് പറയുന്നത്. പക്ഷേ അവർ അതിന് ലീഗലി തന്നെ ഡിവോഴ്സ് വാങ്ങിയെന്നാണ് ഫിറോസ് പറയുന്നത്. അവരിപ്പോൾ വേറെ ജീവിക്കുന്നു. അവരെ പേരൊന്നും ഇതിലേക്ക് വലിച്ചിടാൻ ഫിറോസ് ആഗ്രഹിക്കുന്നുമില്ല. കാരണം അവർ വേറെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട്. പക്ഷേ സജ്നയുടെ പല ബന്ധങ്ങളും ഫിറോസ് വലിച്ചു കയറുന്നുണ്ട്, അതിൽ ഫോട്ടോ സഹിതം വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡ് സേഫാക്കി മറ്റേ സൈഡ് എക്സ്പോസ് ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 2 പേരും ശരിയല്ല. ഫിറോസിൻ്റെ ആയിട്ടുള്ള കുറവുകളുണ്ട്. ഫിറോസിൻ്റെ കുറേ ബന്ധങ്ങളുണ്ടെന്ന് സജ്ന പറയുന്നു. ഇത് നമ്മൾ എടുക്കാനുള്ള കാരണം തന്നെയാണ്. ഇത്രയും കാണിച്ചു വെച്ചിട്ട് ഞാൻ നല്ല പിള്ളയാണ് എന്ന് ചമയുന്നതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞ് ഈ കഥകളെല്ലാം സജ്നയ്ക്ക് അറിയാം. ഈ മോളെ കാണാതെ ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഡിപ്രഷൻ 2 വർഷം, ഈ ഞങ്ങൾ പിരിഞ്ഞ് സെപ്പറേറ്റ് ആയതിനു ശേഷം 2 വർഷം ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ സജ്ന എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം എൻ്റെ വേറെ ഫ്രണ്ടുണ്ട് നിയാസ് എന്ന് പറഞ്ഞിട്ട്, ഇവളുടെ വീടിന് തൊട്ടടുത്ത. ഞങ്ങൾ ഏകദേശം ഞാനും സജ്നയായിട്ടുള്ള വീടിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സജ്നയുടെ വീടിന് തൊട്ടടുത്തുള്ളത് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്, നിയാസ് എന്ന പേര്. അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പല പ്രോഗ്രാമിലും ഡേഞ്ചർ സ്പേസിൽ ഉൾപ്പെടെ ഞാൻ ചാൻസ് കൊടുത്തിട്ടുള്ള പയ്യനാണ്. അങ്ങനെ അവൻ വഴി മ്യൂച്വൽ ഫ്രണ്ടായിട്ട് സജ്ന എനിക്ക് റിക്വസ്റ്റ് അയച്ചു. അതിനകത്ത് ഇവളുടെ അഭിനയമോഹമായിരുന്നു ഇവളുടെ പ്രധാനത. അങ്ങനെ എന്നെ പരിചയപ്പെട്ടു. അഭിനയത്തെക്കുറിച്ചുള്ള പറഞ്ഞ് എന്തോ ടെലിഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയി, ചാൻസ് കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങളങ്ങനെ കോൺവെർസേഷനായി നല്ല അടുപ്പമായിട്ട് ഞാൻ അങ്ങനെ സജ്നയുടെ ഓഫീസ്, അതായത് സജ്ന അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട്. നമ്മൾ അവിടെ ചെന്ന് ഇവിടെ ഞാൻ കാണുന്നു. അങ്ങനെ ആ പരിചയം, പ്രണയത്തിലാകുന്നു. അപ്പോൾ ഇവളുടെ ജീവിത കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഥ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലാണ് 2 വർഷവും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ തിരിച്ച് അവളുടെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞത് 17ാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി. എന്നിട്ട് അവിടുന്ന് 1 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴോ അങ്ങനെ അവർ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ മതം മാറ്റിയിട്ട് അവർ ലീഗലി വിവാഹം കഴിപ്പിച്ച് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിലൊരു മോള് സജ്നയ്ക്കുണ്ട്. അങ്ങനെ അവർ പിരിയാൻ കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് എന്നും വന്ന് അദ്ദേഹം എടുത്തിട്ട് അടിക്കും, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ പോയി. ഇങ്ങനെയൊക്കെയുള്ള കഥയാണ് ആ വ്യക്തിയെക്കുറിച്ച് സജ്ന എന്നോട് പറഞ്ഞു തന്നത്. എനിക്കല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയുന്നില്ല.
അപ്പം ലാസ്റ്റ് ഞാനും സജിനെ അങ്ങനെ വിവാഹം കഴിക്കാനുള്ളൊരു പ്രോസസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഈ നിയാസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു സജിനെ ഇങ്ങനെ, കാരണം അവൻ്റെ എനിക്ക് അത്ര അടുത്തറിയാവുന്നതാണ്. അപ്പോൾ സജിനായ്ക്ക് അടുത്തറിയാവുന്ന, സജിനയുടെ വീടിന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നു മോനെ ഇത് എങ്ങനെയുണ്ട്, പിന്നെ സജിനെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കാഷ്വലി ഞാൻ ചോദിച്ചപ്പോൾ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ഫോണൊന്ന് കട്ട് ചെയ്യുക, ഫോണിലാണ് വിളിച്ച് ചോദിച്ചത്. ഞാൻ തിരിച്ച് പറയാനായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ട് ഞാൻ കുഴപ്പമില്ല, ഞാൻ സംസാരിച്ച് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി സജിനയുടെ ലൈഫിലെ രണ്ടാമത്തെ ഭർത്താവ് എന്ന് പറയുന്നത് ഫിറോസാണ്. ആദ്യം ഒരാളുടെ കൂടെ 17ാമത്തെ വയസ്സിൽ ഒളിച്ചോടി പോയാണ് കല്യാണം കഴിച്ചത്. ഒളിച്ചോടി പോയി പിന്നെ വീട്ടുകാരെ പിടിച്ച് മതം മാറ്റിയൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. മതം മാറ്റി, ഓക്കെ ഫൈൻ പോട്ടെ, കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. അതിനുശേഷം ഫിറോസ് കല്യാണം കഴിക്കുന്നു. അത് ഡിവോഴ്സായിട്ട് ഫിറോസ് കല്യാണം കഴിക്കുന്നു. പക്ഷേ അവിടെ മുതലാണ് സജിനയുടെ ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത്, ഈ വിഷയത്തിൽ ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത്. ഈ നിയാസ് എന്ന് പറയുന്നവനും സജിനയുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്നു എന്നാണ് ഫിറോസ് പറയുന്നത്. ഫിറോസിൻ്റെ കല്യാണത്തിന് മുൻപായിട്ട് വീട്ടുകാർ നിർബന്ധിച്ചാണ് നിയാസിനെ ഇത് മാറ്റുന്നതെന്ന് പറയുന്നു. അവർക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിലേ നീ തടസ്സം നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റുന്നതെന്ന് ഫിറോസ് പറയുന്നു. പക്ഷേ അതിന് ഫിറോസ് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും വെക്കുന്നില്ല. സജിനയും ഈ നിയാസ് തമ്മിലുള്ള ചാറ്റുകൾ കാണുന്നു, ചാറ്റുകൾ കണ്ടതിൻ്റെ ബേസിലാണ് അത് പിടിക്കുന്നത് എന്നൊക്കെയാണ് ഫിറോസ് പറയുന്നത്. അന്നേരം സജിന സ്ഥിരം നാടകം കളിച്ചു, കരഞ്ഞു, ബഹളം ഉണ്ടാക്കി, അവസാനം ഞരമ്പ് മുറിച്ചു എന്നൊക്കെയാണ് ഫിറോസ് പറയുന്നത്. അപ്പോൾ അതിന് പക്ഷേ എവിഡൻസ് ഒന്നും വെക്കുന്നില്ല. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ നിയാസും ഇവളുമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെ അവരുടെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നിയാസ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു, ഒരു ഭാര്യ ഭർത്താവ് പോലെ ജീവിച്ചിരുന്നതാണ്. അങ്ങനെ ഈ ഒരു വിഷയം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സജിനയെ അവരുടെ വീട്ടിൽ പോയിട്ട് സജിനയുടെ വീട്ടിൽ പോയിട്ട് ഈ നിയാസ് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരാണ് പറഞ്ഞു നമുക്കൊരു ജീവിതം കിട്ടട്ടെ നീ ഇടയ്ക്ക് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇത് സജിനയുടെ കൂട്ടുകാരെടുത്ത് പറഞ്ഞാണ്. എനിക്ക് മനസ്സിലാവാത്ത ഈ കൂട്ടുകാരികളൊക്കെ എന്ത് കൂട്ടുകാരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൂട്ടുകാരി ഏത് തരം ക്യാരക്ടറും ആയിക്കോട്ടെ, അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് അതുപോലെ വേറൊരാളിലേക്ക് എത്തിക്കുന്നത് എന്ത് തരം കൂട്ടുകാരാണ് എനിക്ക് ഒട്ടും കൂടി ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെയൊക്കെ കൂട്ടുകാർ ഇങ്ങനെയാണോ? അല്ല, അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എന്നോട് ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ പറയലെന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഒരിക്കലും പുറത്ത് വേറൊരാളത് അറിയത്തില്ല. ഇതൊക്കെ ഏതുതരം കൂട്ടുകെട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ കൂട്ടുകാരികളെന്ന് പറയാൻ പോലും, അല്ലെങ്കിൽ കൂട്ടുകാരെന്ന് പറയാൻ പോലും ആ വാക്കിന് തന്നെ നാണക്കേടാണ്. ബാക്കിയേക്കാം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. ഫിറോസ് ഇതൊക്കെ പറയുമ്പോൾ ഫിറോസും പലരുമായിട്ടും ചാറ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ സജിന കണ്ടിട്ടുണ്ടാവാം. സജിന അതുകൊണ്ട് വരുമായിരിക്കാം. ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം പറയാൻ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് പ്ലേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പറ ബാക്കി. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഇപ്പോൾ കുഞ്ഞൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവൾ പല രീതികളുടെ അഭിനയം കരഞ്ഞഭിനയിക്കുന്നു എല്ലാം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവിടെ നിർത്താം, എനിക്ക് അങ്ങനെ ഒരു തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്തു, ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. അങ്ങനെ കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഒരു സിനിമയുമായി, ഈ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ വീടോട്ട് നല്ല അടുപ്പമായി. അപ്പോൾ ഫിറോസിലേക്ക് വന്നതിന് ശേഷം ഫിറോസ് കണ്ടുപിടിച്ച സജിനയുടെ ആദ്യത്തെ ബന്ധമാണ് ഈ പറയുന്ന നിയാസ്. അത് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം അത് കോംപ്രമൈസിലേക്ക് എത്തി. ഇവരെ വീണ്ടും ഒരുമിച്ച് പോവുകയാണ്. അപ്പോഴാണ് മലപ്പുറത്തേക്കുള്ള ആൽബത്തിൻ്റെ കോള് സജിനയ്ക്ക് വരുന്നത്. കോളെന്നല്ല, അവിടെ അടുത്ത് ഫ്ലാറ്റ് താമസിച്ചിരുന്ന ഫാമിലി സജിനയും കൊണ്ട് മലപ്പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ആ സ്റ്റോറി അവിടെ മുതലാണ് വീണ്ടും സജിനയുടെ ഫിറോസിൻ്റെ ലൈഫിലെ ട്വിസ്റ്റുകൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഒരു ബന്ധത്തിലല്ല നിൽക്കുന്നത്, ഒരുപാട് ബന്ധങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇനി പറയുന്നതെല്ലാം ഫോട്ടോസും ഒക്കെ ഫിറോസ് എവിഡൻസ് ആയിട്ട് വെക്കുന്നുണ്ട്, ഇന്ന ആൾക്കാരാണെന്നും പറഞ്ഞിട്ട്. കാണാം ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത്
കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യമൊന്നും കണ്ടില്ല. പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിക്കുന്നു. ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ്, കാര്യങ്ങൾ അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജ് ആയിരുന്നു ആ സമയത്ത്. ലൊക്കേഷനിൽ പോകുന്നു, അവിടെ ആൽബത്തിൽ അഭിനയിക്കുന്നു, അവിടെ വെച്ചിട്ട് ഡയറക്ടറെ പരിചയപ്പെട്ട് ഡയറക്ടറെ ലൈൻ അടിച്ചു. ഇതാണ് സംഭവം. ഇത് ഫിറോസ് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഫിറോസ് പറയുന്നില്ല. പക്ഷേ ഫിറോസ് അറിഞ്ഞു എന്ന് പറയുന്നു. അറിഞ്ഞപ്പോൾ അയാളെ വിളിച്ചപ്പോൾ അയാൾ നൈസായിട്ട് എന്ത് ചെയ്തു, കൈ ഒഴിഞ്ഞു. ഞാനായിരുന്നു, ഇപ്പം ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അങ്ങനെയൊന്നുമില്ലെന്ന് പറയുമ്പോഴും അവിടെ പുതിയൊരാളെ സജനയ്ക്ക് കിട്ടിയെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആ പുതിയ ഒരാൾ ആരാണ്? ഞാൻ അവിടെ പറഞ്ഞത് കാശ് നോക്കിയാണ് സജന പൊയ്ക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. എന്ത് തരം ജീവിതമാണെന്ന് ദൈവത്തിന് തന്നെ അറിയാം. കേൾക്കാം. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടും, നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വരട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്. ഈ ഡയലോഗ് നേരത്തെയും എവിടെ കേട്ടിട്ടുണ്ടില്ലേ? സജനയുടെ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഫിറോസിനെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുൻപ് സജന ചിന്തിച്ച പോയിൻ്റാണിതൊക്കെ. അതായത് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പല്ല, ഫിറോസിന് വേറെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമാണ്, അയ്യോ ആദ്യത്തെ മാരേജ് അങ്ങനെയായി, കുഞ്ഞ് ജനിച്ചു, അതിലൊരു കുഞ്ഞുണ്ട്, ഈ കല്യാണം ഇങ്ങനെയായി, ഇതിലൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് സജന വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ ഫിറോസും പറയുന്നത്. ആ പോയിന്റുകൾ തെറ്റാണെന്നല്ല പറഞ്ഞു, രണ്ടിനും സിമിലാരിറ്റി ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. പറ. 2 വർഷത്തോളം 2-2.5-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സജനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷേ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്നുള്ള എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവനെന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവൻ ആരുമില്ല ഇവന്, അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗുണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്. മറ്റേ പൈങ്കിളി സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഫിറോസ് വന്നതിന് ശേഷമുള്ള 3ാമത്തെ ആൾ, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന, കാത്തിരിക്കുന്ന, സ്നേഹിക്കാൻ ആരുമില്ലാത്ത, വേദനിക്കുന്ന ഒരു കോടീശ്വരനുമായിട്ട് അങ്ങനെ കഥാനായിക ഒളിച്ചോടുകയാണ്. ഈ ഒളിച്ചോടിയതിന് ശേഷം ഈ കഥാനായകൻ ഒളിച്ചോടാൻ കൂടെ പോയവനുണ്ടല്ലോ, അവനൊരു പരിപാടി കാണിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പറയും. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിൽ ചെയ്യാൻ. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്തൊരവസ്ഥയുണ്ട്, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ചിരിക്കല്ലേ? ഇതാരുടെ ഇഷ്ടത്തിലാണോ ചെയ്യണം? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഫിറോസിനൊപ്പം ജീവിക്കുമേ? ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. കേക്ക് വട്ടുണ്ടോ? ചോദിച്ചാൽ നമ്മളാരും പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതായത് ഇത് എഴുതി ഒപ്പിടുന്ന സമയത്ത് സജനയ്ക്ക് കുട്ടികളെ പറ്റി ചിന്തയില്ലായിരുന്നു. അല്ല, അറിയാതെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. സജനയുടെ ഭർത്താവായ ഫിറോസിനെ കാണിക്കാൻ വേണ്ടി അവൻ
തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഈ പ്രൊഡ്യൂസർ തയ്യാറാക്കിയ വീഡിയോ ആണിത്. ഇത് എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ലേശം ഉൾക്കുത്തില്ലായിരുന്നോ സജിനയ്ക്ക്? കുട്ടികൾ, അവരുടെ ഭാവി, അവരുടെ നാണക്കേട്, ഫിറോസിനെ മാറ്റി നിർത്തിയത്. ഇപ്പോൾ വലിയ ഗീർവാണം പറയുന്നുണ്ടല്ലോ, കുട്ടികളെ ഓർത്താണ് ഞാനൊന്നും ചെയ്യാത്തതെന്നും പ്രതികരിക്കാത്തതെന്നും. ഇത്രയും ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് ഇത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ മനസ്സിലില്ലായിരുന്നോ? എന്തായാലും കുട്ടികളെ കൊണ്ട് ഇവൻ്റെ കൂടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ്റെ സ്വഭാവം ഇതായിരുന്നു അവൻ്റെ പരിപാടി. വളച്ചെടുക്കുക, കൊണ്ടുപോവുക, കുറച്ചാൾ കഴിയുമ്പം എടുത്ത് കളയുക. അതേക്കുറിച്ച് പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫ് ആവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയമൊക്കെ ഇവളടുത്ത് ഇവളീ തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇവളെ കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇനി എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ മാപ്പ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരോട് അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു, വേദനയോട് കൂടിയാണെങ്കിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തും. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഈ പോയി കാണുന്ന നിങ്ങളിൽ തന്നെ ചിലർ എന്നെ ഒരുപക്ഷെ ഇവൻ എന്തിനും ഒന്നയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് കളഞ്ഞൂടെ എന്ന് ചോദിക്കാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ഫീലിങ്സ് മനസ്സിലാവും. നമ്മൾ അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്താൽ അവരെ കളയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അറ്റാച്ചായി. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എത്ര തെറ്റിയതാലും അവരുമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ വിട്ടിട്ട് വരാൻ പറ്റില്ല. 10-16 വർഷമായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളെ എനിക്കറിയാം. ഭർത്താവ് എത്ര മോശപ്പെട്ട കാര്യം ചെയ്താലും ഇവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇവർ അയാളോടൊപ്പം ജീവിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി എന്നതിനുപരി ഇവർ തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, തമ്മിലല്ല ഇവർക്ക് അങ്ങോട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫിറോസ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ല സത്യാവസ്ഥ എന്താണെന്ന്. ഫിറോസ് പറയുന്നത് മാത്രമാണ് നമുക്കറിയുന്നത്. ബാക്കിയേക്കാം. കുഞ്ഞും കൂടി ഉണ്ടായതുകൊണ്ട് അങ്ങനെ 3 മാസം അവർ ജീവിച്ചിട്ട് ലാസ്റ്റ് അവനൊരു ഫ്രോഡാണെന്നുള്ളത്. കാരണം അവൻ വണ്ടിയുടെ പരിപാടികൾ, അതായത് റെൻറ്റ് വണ്ടികൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ വേറെ റെൻറ്റ് വെച്ച് അങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സൊക്കെയാണ് അവൻ ചെയ്യുന്നതും. കംപ്ലീറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളാണ്. അവന് കാക്കനാട് ജയിലിൽ കുറച്ച് നാൾ കിടന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ കണ്ണൂർ ജയിലിൽ അവൻ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത പക്ക ഫ്രോഡായിട്ടുള്ള ഒരുത്തരാണ്. അങ്ങനെ അവൻ്റെ ഫ്രോഡ് ക്യാരക്ടറൊക്കെ സജിനയ്ക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിക്കുന്നു. ഞാൻ വരും, എനിക്ക് നിങ്ങളില്ല പറ്റില്ല, എന്തായാലും ഞാൻ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമായി പുള്ളി വരുമെന്ന് പറയുമ്പോൾ. കാരണം കുഞ്ഞൊക്കെ ആ സമയത്ത് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. ഈ സജിനയുടെ മകളില്ലേ, ഈ മകള് ആക്ച്വലി സജിനയുടെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് ഈ 2 കുഞ്ഞുങ്ങളെ ഇവൾ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ പാല് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവരുമായിട്ട് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റോ എല്ലാവരുടെ മുന്നിലും വീഡിയോയിലൊക്കെ എന്ന് പറയും എൻ്റെ ഉമ്മയാണ് വലുത് എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അവളുടെ സുഖം തന്നെയാണ് അവൾക്ക് വലുത്. ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ അതോ കൊടുക്കുന്നതല്ല ഒരു മാതാവെന്ന് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു മാതാവെന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് ഇവരുടെ ഉമ്മായിക്കും അറിയാം. അവർ ഉമ്മക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കൊച്ചിനെ ഒരിക്കലും സജിനയുടെ കൂടെ വിടില്ല. ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് പോലും ഞാനാണ്, ഇവൾ രാവിലെ എഴുന്നേക്കില്ല, അതായത് ഉച്ചയ്ക്ക് ഒരു 12-12:30 ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവൾ സജിന പരാമർശിച്ചത് ഞാൻ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നത്, ഇതേ കുഞ്ഞിനെ വെച്ചിട്ടാണ് പോക്സോ ഇട്ട് തരുമെന്ന് ഇവൾ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് വേറെ 2 വ്യക്തികളെക്കുറിച്ചാണ്. ആ വ്യക്തികൾ, ഒരാൾ അറിയപ്പെടുത്തൊരു ഫേമസ് സിംഗറാണ്, ഒരു ഫീമെയിലാണ്. അവർ സജിനയെ പലയിടത്തും കൊണ്ടുപോയി ഈ പറയുന്ന ദുബായിലും അവരുടെ കൊണ്ടുപോയി പലരെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഫിറോസ് ആരോപിക്കുന്നത്. പിന്നെ വേറൊരു ബിസിനസ്സുകാരൻ, അവൻ്റെ പേരും പറയുന്നത് ഒരു ഫോട്ടോയ്ക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, കാര്യം നാട്ടു കേസാണ് കംപ്ലീറ്റ്. ഇപ്പോൾ ഇത്രയും ആയപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് സജിന എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയുടെ. ഇത്രയും കാണിച്ച് വെച്ചിട്ടാണ് സജിന വീഡിയോയിൽ വന്നിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, മക്കളാണ് എൻ്റെ ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിമ്പതി കാർഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അടങ്ങി മിണ്ടാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫിറോസിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെന്നോ അല്ലെങ്കിൽ ഫിറോസ് നല്ലവനാണെന്നോ എന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ പറയുന്നുമില്ല. ഇതൊന്നും ശരിയല്ല നിങ്ങൾ ഈ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ലൈഫിലുണ്ടായ മോശം കാര്യങ്ങൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുമ്പോൾ അത് ആൾക്കാരുടെ അടുത്ത് വെച്ച് സംസാരിക്കും. പിന്നെ നാളെ വന്നിട്ട് അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കണം. ഇതിനെല്ലാം തുടക്കം സജിന തന്നെയാണ്. സജിനയുടെ ലൈവിൽ നിന്ന് തുടങ്ങിയതാണ്. അത് ചെയ്യാതിരുന്നെങ്കിൽ, അത് ലൈവ് വരാനുള്ള കാരണം എന്താണ്? ഈ പൂക്കുട്ടിയുമായിട്ടുള്ള സജിനയുടെ ഒരു ഫോട്ടോ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കിട്ടി. അവരത് ആഘോഷമാക്കി. സജിനയും പൂക്കുട്ടിയും തമ്മിൽ 4 വർഷത്തെ പ്രണയബന്ധമാണ്, അവർ വിവാഹിതരാവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത പടച്ചുവിട്ടു. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന ആ ലൈവ് വന്നത്. ഫിറോസ് പറയുന്ന പ്രകാരം, ഫിറോസ് ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് തുടക്കത്തിൽ, ആദ്യം
സജ്ന വീഡിയോ ചെയ്യാൻ പറയുന്നത് ഫിറോസിനോടാണ്, അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ഉളുപ്പുണ്ടോ ചോദിക്കാൻ? ഭർത്താവിനോട് വേറൊരു വാർത്ത വന്ന ഒരു വിഹിത വാർത്ത വന്നതിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്ത് ഞങ്ങൾക്കിടയിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, മൂന്നാമതൊരാളില്ല എന്നൊക്കെ ഒരു വീഡിയോ പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ, നാണമുണ്ടോ? അപ്പോൾ അത് ഫിറോസ് സമ്മതിക്കാത്തതിൻ്റെ പേരിലാണ് സജ്ന വന്ന ലൈവ് ചെയ്തതെന്നാണ് ഫിറോസ് പറയുന്നത്. ആ ലൈവ് മുതലാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ആ ഒരു പോസ്റ്റർ വന്നു, അത് ആ വഴി അങ്ങ് അവസാനിക്കുമായിരുന്നു. പക്ഷേ സമ്മതിച്ചില്ല. അപ്പോൾ തുടക്കം സജ്ന തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക, കാണുന്നവർക്കൊരു ഹരം. എനിവേ, ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം.